കോടതിയിൽ നിന്ന് ഇന്ന് അയാൾ ഇറങ്ങിയത് വിജയശ്രീലാളിതനായാണ്. ഞാൻ നിരപരാധിയെന്ന് ദിലീപ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആരാധകർ ലഡു വിതരണം ചെയ്തു. പ്രിയ നായകനൊപ്പം സെൽഫി എടുത്തു. അതിജീവിത പക്ഷേ ഇന്ന് പ്രതികരിച്ചില്ല. തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറയാതെ പറഞ്ഞ് മാറി നിന്നു. 8 വർഷം നീണ്ട പോരാട്ടം തുടരുകയാണവൾ. ഇനിയും ഏറെ ദൂരം പോകാനുണ്ടെന്ന തിരിച്ചറിവാണ് അവൾക്കിന്നുണ്ടായത്. മറുപക്ഷത്ത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നാണ് ദിലീപിൻ്റെ വാദം. സമൂഹത്തിൽ തൻ്റെ കരിയറും ജീവിതവും എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് ആരോപണം. കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൻ്റെ വിധി പുറത്തു വരുമ്പോൾ പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നു. നീതി നടപ്പിലായോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ദിവ്യയാണ്. ദിവ്യ മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. ദിവ്യ, കേൾക്കാമോ? കേൾക്കാം. ഈ കേസിന്റെ വിധി ഇങ്ങനെ വരും എന്ന് ദിവ്യ പ്രതീക്ഷിച്ചിരുന്നോ? ശരിക്കും ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. കാരണം ഇത്ര അതിജീവിതയോടൊപ്പം മുഴുവൻ കേരളവും ഒപ്പം തന്നെയായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അതില് ശരിക്കും പൾസർ സുനി എന്ന് പറയുന്നവര്, ഇത്രയും പേര് ഇത്ര ഗുണ്ടായുസൊക്കെ ആയിട്ട് നടക്കുന്നവര് ഒരു പ്രതികാരവും ഒന്നും ഇല്ലാതെ ഒരു നടി അതിജീവിതയെ ഇങ്ങനെ ആക്രമിക്കേണ്ട ഒരു കാര്യമില്ല. അതിനെന്തായാലും പുറകിലൊരു പിന്നിലൊരാളുണ്ടാവും. അത് നന്നായിട്ട് എല്ലാവർക്കും തിരിച്ചറിഞ്ഞ കാര്യം തന്നെയാണത്. ദിലീപ് ഇതിൽ കുറ്റക്കാരനാണ്. നിരവധി അതിന് തെളിവുകളൊക്കെ ഇതിനകം തന്നെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്നിട്ടും അതിനുശേഷവും കൂടെ ഇതുപോലൊരു വിധി വന്നെങ്കിൽ അത് വേദനാജനകമായി പോയി. അത്രയും കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാന് കേരളത്തിന് പുറത്താണ് ഞാൻ ഇത്രയും നാളും. ഇപ്പൊ 1 വർഷം ആയില്ല ഞാനിപ്പോ കേരളത്തിൽ വന്നിട്ട്. എന്റെ ജോലി മുഴുവൻ കഴിഞ്ഞ്, ആർമിയിലുള്ള ജോലി എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോ ഇവിടെ വന്നതാ. അപ്പൊ ഇതുപോലൊരു സാഹചര്യമാണ് കേരളത്തില് പെൺകുട്ടികൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിശ്വാസത്തിൽ നമുക്ക് പെൺകുട്ടികളെ പുറത്തേക്ക് വിടും? അതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. ഇപ്പൊ ഒരാളുടെ കഴിവനുസരിച്ചും അയാളുടെ എന്താ പറയേണ്ടത്, അയാളുടെ പ്രശസ്തിയും കഴിവും പണവും ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു കുറ്റവിമുക്തനാകാന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകാണ്. പ്രതികൾക്ക്, കുറ്റവാസനയുള്ളവർക്ക് ഇതൊക്കെ ഒരു പ്രചോദനം തന്നെയല്ലേ ഇങ്ങനെ ഒരു വിധി കൊണ്ട് നമ്മൾ കാട്ടിക്കൊടുക്കുന്നത്. അതല്ലല്ലോ നമുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന ഒരു നെറികേടായിപ്പോയി ഈ ഒരു വിധി. യെസ്, വ്യക്തമാണ്. ശ്രീമതി ദിവ്യയുടെ അഭിപ്രായം വ്യക്തമാണ്. എന്നോടൊപ്പം നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരുടെ ശ്രീമതി സബീന കൂടി ചേരുന്നുണ്ട്. ശ്രീമതി സബീന, കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. പട്ടാപ്പകൽ ഒരു നടിയെ ആക്രമിക്കുക, തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുക, അതിന് അപ്പുറം അവരെ ക്രൂരമായി ആക്രമിക്കുക, ദൃശ്യങ്ങൾ പകർത്തുക, പിന്നീട് അതിനെ തുടർന്ന് നീണ്ട കോലാഹലങ്ങളുണ്ടായി. എത്രയോ നാൾ പല വിവാദങ്ങൾക്ക്, വാർത്തകൾക്കൊക്കെ ഇത് കാരണമായി. ഒടുവിൽ എന്താണ് ശ്രീമതി സബീന പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന്? ശരിക്കും ഒരുപാട് മനുഷ്യന്റെ മനസാക്ഷിയെ വരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. നമ്മളൊക്കെ വളരെ വേദനിക്കുകയും എന്ത് പറയാനാണ്, അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടില് നിയമവും നീതിയും ഒന്നല്ല എന്നുള്ളതാണ്. നിയമം വേറെ, രണ്ടും രണ്ടായിട്ടാണ് എപ്പോഴും കാണുന്നത്. എന്ന് വെച്ചാൽ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാം, നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് മാത്രമാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതുകൊണ്ട് ഒരുപാട് ഇവിടുത്തെ എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് കേട്ടാൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം പണം, പ്രശസ്തി, അവരുടെ ഇൻഫ്ലുവൻസസ് ഇവിടെ ഒരുപാട്, അതാണ് ഇവിടെ നടപ്പിലാകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പലരിലും കാണുന്നുണ്ടത്. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് കോളർ ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ എന്തെങ്കിലും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ സംശയമാണ്. റയർ കേസസ് ആണ് അതൊക്കെ. പിന്നെ 2 കാര്യമുണ്ട് ഇതിൽ. ഒന്ന് നേരിട്ടുള്ള കുറ്റകൃത്യം നടന്നതും പിന്നെ പരോക്ഷമായിട്ടുള്ള ഒരു കോൺസ്പിറസിയുമാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് ഒരു പണിഷ്മെന്റ് കിട്ടി. പക്ഷെ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കോൺസ്പിറസി ഇത് എവിടെ നിന്ന് വന്നു, എന്തിനു വേണ്ടിയിട്ട് വന്നു? അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ കോൺസ്പിറസി ഇവർക്ക് ശരിക്കും തെളിയിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്.
അപ്പൊ ഒരാളിനെ പറയുന്നു, ഇപ്പോ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇന്ന് അവരെ വെറുതെ വിടുകയാണ്. അപ്പോൾ ഇത് ആരാണ് ചെയ്തത്? ഈ കോൺസ്പിറസിക്ക് പിന്നിൽ ആരാണുള്ളതെന്ന് അതുകൂടെ അന്വേഷിക്കേണ്ട ബാധ്യത നമ്മുടെ നിയമ സംവിധാനത്തിനുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് നീതി നടപ്പിലായില്ല എന്ന് നമുക്ക് നേരിട്ട് പറയാൻ പറ്റും. കാരണം അത് ഇന്നത്തെ ശിക്ഷാവിധി കേൾക്കുമ്പോഴാണ്, ഇന്നത്തെ ആ ഒരു കുറ്റം നടന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ഈ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മോട്ടീവ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ശരിക്കും പറഞ്ഞിട്ടില്ല. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാല്, നമ്മുടെ സ്ത്രീകൾക്കെതിരെ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അവർക്ക് പ്രതികാരം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗൂഢാലോചനയിലൂടെ അവർക്ക് മറ്റുള്ള ആൾക്കാരെ വെച്ച് അവർക്ക് എന്തും ചെയ്യാമെന്നും, ആ എന്തും ചെയ്തു കഴിഞ്ഞാൽ ഈ മാസ്റ്റർ ബ്രെയിനായിട്ടുള്ള വ്യക്തികളെ ഒരിക്കലും സമൂഹത്തിലേക്ക് അവര് കുറ്റക്കാരായിട്ട് വരുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിൽ ഞാൻ നോക്കിയിട്ട് ഈ ഇടയ്ക്കുള്ള പക്ഷെ ഇവർക്കൊരു വലിയൊരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഒരു ഭാഗത്തുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഈ സോഷ്യൽ മീഡിയ സപ്പോർട്ടിലൂടെ ഇവർ ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നത്? ഇവരെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരുടെ വീട്ടിലും ഒക്കെ സ്ത്രീകളും ഒക്കെ ഉള്ളതല്ലേ? നാളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടാനുള്ള പെൺകുട്ടികൾ എല്ലാ വീട്ടിലും ഇല്ലേ? എന്തിനാണ് ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഈ ഇത്രയും കുറ്റവാസനയുള്ള ക്രിമിനൽ മൈൻഡുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലായി. ഇതിൽ നിയമ സംവിധാനം പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാതെ പറയേണ്ടി വരും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ നമുക്ക് കൂടുതൽ പ്രേക്ഷകരിന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് പുരുഷന്മാരുടെ പ്രതിനിധികളിലേക്കും കൂടി പോയിട്ട് വരാം. ഗൗതം, നമുക്ക് ഇന്ന് കുറേ ആളുകളുണ്ടാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ വിധി ഗൗതമിന് നൽകുന്ന സന്ദേശം എന്താണ്? നിരാശ നൽകുന്ന ഒരു വിധിയാണ് മനു. ഓക്കെ, യെസ്, വ്യക്തമാണ്. അപ്പോൾ ഷാജി എന്നോടൊപ്പം ചേർന്ന് പത്തനംതിട്ടയിൽ നിന്നാണ്. ഷാജി, ഒരു ദിവസം കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു സംഭവം നടക്കുകയാണ്. 2017 ആ സംഭവം, ഫെബ്രുവരി 17 ആ സംഭവം നടക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് സിനിമയുടെ ആവേശാർത്ഥം സഞ്ചരിക്കുന്ന ഒരു നടിയെ അങ്കമാലിക്കടുത്ത് അത്താണിയിൽ വെച്ച് അവർ സഞ്ചരിച്ച കാറിൽ ഒരു ട്രാവലർ കൊണ്ടിടിക്കുകയാണ്. ട്രാവലറിലെത്തിയ ഒന്നാം പ്രതി അവിടുന്ന് നേതൃത്വത്തിലുള്ള സംഘം അവരെ തട്ടിക്കൊണ്ടുപോവുകയാണ്. 2 മണിക്കൂറോളം നടിയെയും കൊണ്ട് ആ സംഘം കൊച്ചി നഗരത്തിലൂടെ കാറിൽ സഞ്ചരിക്കുകയാണ്. ഇതിനിടെ ഉപദ്രവിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ആണ് ചെയ്യുന്നത്. യെസ്, ഇത് കേൾക്കുമ്പോൾ എന്ത്? യെസ് ഷാജി. യെസ്, വിധിയൊന്നും ആയില്ല. ഇത് അന്തിമ വിധി ഇനിയും വരാനേ ഉള്ളൂ. ദിലീപ് കുറ്റക്കാരൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജിക്ക് പൈസയൊക്കെ കൊടുത്താണ് ഇത് ഇങ്ങനെ ആക്കിയതെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമ്മൾ അങ്ങനെ ജുഡീഷ്യറിയെ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് കൃത്യമായൊരു തെളിവൊന്നുമില്ലാതെ പണം നൽകിയെന്ന് പറയുന്ന ആ ഭാഗത്തോടെ എനിക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ടോ ആ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതൊരു വാസ്തവം തന്നെയാണ്. സന്തോഷ് കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. സന്തോഷ്, ഹലോ. ചുരുങ്ങിയ വാക്കുകളിൽ. അല്ല, നമുക്കൊരു കോടതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എവിഡൻസ് അവർക്ക് അവിടെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഇങ്ങനെയൊക്കെ ഇതുണ്ടാവുള്ളൂ. കൊച്ചിയിലൊരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞ എന്താണ്, ഇതും പീഡന കേസാണ്. ആ പീഡന കേസിൽ സുപ്രീം കോടതി പറഞ്ഞ പുറത്ത് വെച്ചിട്ട് സെറ്റിലാക്കി കൂടെ എന്ന് ചോദിച്ചത്. ഒരു സുപ്രീം കോടതിയാണ് പറഞ്ഞത് പുറത്ത് വെച്ച് നിങ്ങൾക്ക് എന്താ സെറ്റിലാക്കി കൂടെ. IT-ന്റെ ഒരു മേഖലയിൽ ജീവനക്കാരിയോട് വേണുഗോപാൽ എന്ന് പറയുന്ന IT. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ വിക്രം എന്നോടൊപ്പം ചേരുന്നത് അടൂരിൽ നിന്നാണ്. ശ്രീ വിക്രമൻ. നമസ്കാരം സാർ. ശ്രീ വിക്രമൻ, ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരു കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലേക്കാണ് ഈ ഉള്ള ഒരു കേസാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ഈ സംഭവം ഉണ്ടാകുന്നു. തുടർന്ന് ഫെബ്രുവരി 17 ശേഷം 19-20 ദിവസങ്ങളിലായി പല പ്രതികളും പോലീസിൻ്റെ പിടിയിൽ ആവുകയാണ്. ഇതിന് പിന്നിൽ ഗൂഢാലോചന ഇല്ല എന്ന വാക്കുകൾ വരെ വിവാദമായി. പിന്നീട് ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു വാര്യർ പറയുന്നു. അതിനെ തുടർന്ന് ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങൾ വരുന്നു. ദൃശ്യങ്ങൾ പകർത്തിയെന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോൺ കായലിലെറിഞ്ഞു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവിടെയെല്ലാം അങ്ങനെ വ്യാപകമായ തിരച്ചിൽ നടത്തുന്നു. ജൂൺ 28 ആകുമ്പോഴാണ് ദിലീപിനെയും നാദിർഷയും ആലുവ പ്രസ് ക്ലബിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നീട് ദിലീപ് ഈ കേസിലേക്ക് ഇൻവോൾവ് ആകുന്നത്. സുനിയെ അറിയില്ല എന്നാണ് ദിലീപ് നൽകിയ മൊഴിയും. ജൂൺ 30 നടി കാവ്യമാധവന്റെ കാക്കനാട്ടെ വസ്ത്രസ്ഥാപനത്തിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. അങ്ങനെ കേസിൽ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. യെസ്, ശ്രീ വിക്രമൻ. സാർ നമസ്കാരം. എനിക്ക് പറയാനുള്ളത്,
ഇത് ആദ്യമായിട്ട് ഈ സിനിമാ മേഖലയിലുള്ളവരും പിന്നെ ദിലീപിനെതിരായിട്ട് മൊഴി കൊടുത്തു. അതിനുശേഷം അവര് സാമ്പത്തിക, കാരണം ബിന്ദു പണിക്കർക്ക് സിനിമയില്ല, പിന്നെ ഇടവേള ബാബുവിന് സിനിമയൊന്നുമില്ല, ഇവർക്കൊന്നും സിനിമയില്ലാത്തതുകൊണ്ട് സാമ്പത്തിക ശരിക്കും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് മൊഴി മാറ്റി പറഞ്ഞത്. പിന്നെ വ്യക്തമാണ്. അപ്പൊ മീനാക്ഷി എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തുനിന്നാണ്. ശ്രീമതി മീനാക്ഷിയുമായിട്ട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി. കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി മീനാക്ഷി, സ്ത്രീകൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു കേസാണിത്. ചിലർ ദിലീപിനെ അനുകൂലിക്കുന്നവരുണ്ടാകാം, അല്ലാത്ത എതിർക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ ഈ പൊതുവെ എന്ത് തോന്നുന്നു, ഇത് ഒരു സ്ത്രീപക്ഷ വിധി എന്ന് പറയാനാകുമോ? മീനാക്ഷി കേൾക്കാമോ? ഞാൻ അനഘയിലേക്ക് ഞാൻ വരാം. അനഘ, ശ്രീമതി അനഘ കേൾക്കാമോ? ശ്രീ അനഘ, ഇങ്ങനെ ഒരു കേസിൻ്റെ വിധി കേരളം ചർച്ച ചെയ്യുമ്പോൾ ഈ യുവാക്കളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അനഘ എന്ത് നിലപാട് സ്വീകരിക്കും? എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു വിധി പുറത്തു വന്ന ഘട്ടത്തിൽ? കുറച്ചു പേർ ശിക്ഷിക്കപ്പെട്ടു, മറ്റു ചിലർ വന്നില്ല. അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? അതോ ഇതിനപ്പുറത്തേക്ക് ഇത് ആർക്ക് വേണ്ടി ചെയ്തു എന്നതിൻ്റെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് എന്ന കണക്കാക്കലാണോ അനഘയ്ക്കുള്ളത്? തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. കാരണം ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ ഈ പറയുന്ന പൾസർ സുനിക്കോ ഈ പറയുന്ന ശിക്ഷിക്കപ്പെട്ട 6 കുറ്റവാളികൾക്കോ ഈ അതിജീവിതയായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവര് എന്തെങ്കിലും പ്രശ്നമുള്ള രീതിയും വന്നിട്ടില്ല. അപ്പൊ ഇവരാർക്ക് വേണ്ടി ഇത് ചെയ്തു? ചുമ്മാതെ വന്ന ഒരാളെ ഇങ്ങനെ അവരെ ദ്രോഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആരാണ് ഇതിന്റെ മോട്ടീവ് അത് അറിയണമല്ലോ. ഇപ്പം കോടതിക്ക് തെളിവുകൾ, ഇപ്പം പ്രോസിക്യൂഷൻ തെളിവുകൾ കൊടുത്തു. അത് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ദിലീപ് എന്ന നടനിലേക്ക് എത്തിക്കാൻ അവർക്ക് കൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും അയാൾ സ്കോട്ട് ഫ്രീ ആയത്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ് ചുമ്മാതെ ഒരാള് എന്ന് ചെയ്യുന്നതല്ലല്ലോ. ഇതിന് തീർച്ചയായിട്ടും ഇതിന് ഒരു കോൺസ്പിറസി ഉണ്ട്. അത് എന്താണെന്ന് തെളിയണം. അതിജീവിതയ്ക്ക് ജസ്റ്റിസ് കിട്ടണം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ 4 സ്റ്റാർ ഫാമിലി എന്നോട് പറയുന്നു നീതി ലഭിച്ചില്ല എന്ന് പറയുന്നു. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ക്യൂരിയോസ്കോപ്പ് എന്നോടൊപ്പം ചേർത്തിട്ടുണ്ട്. കോടതി വിധി തെറ്റാണോ എന്ന് ചോദിക്കുന്നു. ജലേഷ്, ഞാനൊരു വിധിയെ തെറ്റാണ് അല്ലെങ്കിൽ വിധി തെറ്റാണെന്ന് പറയുകയല്ല. ആ കോടതി വിധിയിൽ ഈ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരണകരമായ കാര്യമെന്ത് എന്നതുകൂടി അറിയാനുള്ളൊരു ആഗ്രഹം മാത്രമേ മുന്നോട്ട് വെച്ചുള്ളൂ. സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പ്രമോദ് നാണു പറയുന്നു കോടതി വിധി വരട്ടെ എന്ന് പറയും. വിധി വന്നു, ഇനിയും കുറ്റവാളിയോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ജയൻ എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. പണക്കൊഴുപ്പുള്ളത് കൊണ്ടൊരു വിധി കിട്ടി എന്നാണ് സദാനന്ദൻ എന്നോട് പറയുന്നത്. ആര് പറഞ്ഞിട്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നതുകൂടി വെളിപ്പെടേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു സുനിൽകുമാർ. സുപ്രീം കോടതി വിധി മാത്രമാണോ അംഗീകരിക്കേണ്ടത് എന്ന് ജലേഷ് ചോദിക്കുന്നു. ഓക്കെ, പടത്തിന് മേൽ ഒരു പരുന്തും പറക്കില്ല എന്ന് പറയുന്നു സുനിൽകുമാർ. ഓക്കെ, എന്നോടൊപ്പം അജയ് കുമാർ ചേരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അജയ്കുമാർ, നമുക്ക് ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. ശ്രീ അജയ്കുമാറിന് ഈ വിധിയിൽ അജയ്കുമാർ തൃപ്തനാണോ? മേൽക്കോടതിയിലേക്ക് ഈ സർക്കാർ പോകും എന്ന ഒരു പ്രതീക്ഷ വരുമ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് അജയ്കുമാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ നീതി നിർവഹണ സംവിധാനത്തിൽ മേൽക്കോടതികളിലൊക്കെ നമുക്ക് പോകാം, അതൊക്കെ നടക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ക്രിമിനൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ക്രിമിനൽ ഗൂഢാലോചന എന്ന് നമ്മൾ പറയുമ്പോൾ ക്രിമിനൽ ഗൂഢാലോചന ഇവിടെ നടത്തിയിട്ടുള്ള വളരെ പ്രമാദമായ പല കേസുകളുണ്ട്. ചേകന്നൂർ മൗലവിയുടെ തിരോധനം അല്ലെങ്കിൽ മരണം ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ടി.പി. ചന്ദ്രശേഖരന്റെ വധം ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ ക്രിമിനൽ ഗൂഢാലോചനയൊക്കെ തെളിയിക്കാത്ത ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ദിലീപ് ശിക്ഷിക്കപ്പെടാത്തിടത്തോളം ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കാനാണ് കുറെ ഒരു ലോബി അല്ലെ കുറെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല. കാരണം അയാൾ ഒരു ക്രിമിനലാണ്. ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആ ക്രിമിനൽ പോയിട്ട് ഒരു തമ്മാടിത്തരം കാണിച്ച് അയാളെ എന്നെ ശിക്ഷിച്ചു. ഇനി അയാൾ ആർക്കു വേണ്ടി ഇത് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ? ഇപ്പൊ ഈ പ്രോസിക്യൂഷന്റെ നടപടി ഇതായിരുന്നല്ലോ. അത് 650 പേജുള്ള അനുബന്ധ കുറ്റപത്രവും അന്വേഷണ സംഘം നവംബർ 22-ന് സമർപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ദിലീപിൻ്റെ ഒരു ബന്ധം മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ടി നടി പറഞ്ഞു അതിൻ്റെ വൈരാഗ്യമാണ് ആ കുറ്റകൃത്യത്തിന് പിന്നിൽ എന്നായിരുന്നു പ്രോസിക്യൂഷൻ കണ്ടെത്തൽ. മറ്റൊരു കാരണം ഉണ്ടാകണ്ടേ? അല്ലെങ്കിൽ ഈ പൾസർ സുനി എന്നൊരാൾ സ്വാഭാവികമായി ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്ന ഒരു നടിയെ തട്ടിക്കൊണ്ടുപോവുകയാണോ ചെയ്യുന്നത്?
അല്ല നമുക്ക് അങ്ങനെ സംശയിച്ചുകൂടാതെന്നുണ്ടോ? ഒരു ക്രിമിനൽ ഒരു കുറ്റം ചെയ്യുന്നതിന് പിന്നിൽ ഒരു പ്രേരണ വേണമെന്ന് നമ്മൾ എന്തിനാ ശാഠ്യം പിടിക്കുന്നത്? ഇനി അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ അത് തെളിയിക്കപ്പെടണ്ടേ? പ്രോസിക്യൂഷൻ ചെന്ന ഒരു ഹിയറാൻസേ പോലെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. വേണ്ട, അജയ്കുമാർ ചങ്ങനാശ്ശേരിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ പോരല്ലോ. അതിന്റെ പിന്നിലുള്ള എല്ലാ തെളിവുകളും പ്രോസിക്യൂഷൻ അവിടെ കൊണ്ട് കൊടുക്കണ്ടേ? കോടതി ചെയ്യുന്നത് തെളിവുകൾ വിശകലനം ചെയ്തിട്ട് വിധിയല്ലേ പറയുന്നത്. അപ്പൊ കോടതിക്ക് മതിയായ തെളിവുകൾ കിട്ടിയിട്ടില്ല. അപ്പൊ ദിലീപൻ അതിനകത്ത് കുറ്റക്കാരനല്ല. നമ്മൾ അദ്ദേഹത്തെ തൽക്കാലം വെറുതെ വിടൂ. ഇനി അടുത്ത കോടതി ശിക്ഷിക്കട്ടെ, അന്നേരം നമുക്ക് സംസാരിക്കാം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ഗൗതം എന്നോട് പറയുന്നത്, എനിക്ക് പറയാനുള്ള മേൽക്കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ പോകണമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്നാണ്. സ്വാഭാവികമായി മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പീതാംബരൻ എന്നോടൊപ്പം ചേരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ വിധി ഇത് പ്രോസിക്യൂഷന് അഭിനന്ദനാർഹമായൊരു പ്രവൃത്തി ആണ് ചെയ്തത് എന്ന് പറയാനാകുമോ? എന്താണ് എവിടെ എങ്കിലും വീഴ്ച സംഭവിച്ചു എന്ന് പീതാംബരൻ കരുതുന്നുണ്ടോ? അതെ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ജുഡീഷ്യറി കളങ്കപ്പെട്ടു എന്ന് വേണം പൊതുജനം മനസ്സിലാക്കാൻ. ജുഡീഷ്യറി കളങ്കപ്പെട്ടു. ഇപ്പൊ ഇതിന്റെ അകത്ത് പോലീസും ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. കാരണം ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തു, ഇയാളാണ് ചെയ്യിച്ചതെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്, ചെയ്ത ആളുമുണ്ട്. ഇത്രയും പ്രതികളായി ഇതിനകത്ത് കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ വ്യാജമാണെന്ന് എനിക്ക് സംശയം. ശരിക്കും പറഞ്ഞാൽ രണ്ടാം പ്രതി ആകേണ്ടതല്ലേ ദിലീപ്? എന്തുകൊണ്ടിട്ടാ പ്രതിയായി? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ചന്ദ്രൻ നായർ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർ. സാർ, വിധി നിരാശാജനകമാണ് സാർ. നിരാശാജനകമാണ്. അതെ സാർ, പോലീസിനും പ്രോസിക്യൂഷനും കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല. ഇതെന്ത് എങ്ങനെ സംഭവിച്ചു? അടുത്ത കോടതി സത്യം കണ്ടെത്തട്ടെ സാർ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. ബാലകൃഷ്ണൻ നീലേശ്വരത്ത് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ നമസ്കാരം. ശ്രീ ബാലകൃഷ്ണൻ നമസ്കാരം. ഇത് അതിഭയാനകരമായ ഒരു പ്രശ്നം തന്നെയാണ് സാറേ. കാരണം എന്ന് വെച്ചാൽ പിന്നെ അതിജീവിതയുടെ ഇത്തരം പ്രശ്നങ്ങളിലും ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ജുഡീഷ്യറിയെ ഒരു വല്ലാത്തൊരു ഇതിലേക്കാണ് വരുന്നത് ഇത് സംഭവം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ എന്നോടൊപ്പം ചേരുന്നത് തിരുവല്ലയിൽ നിന്നാണ്. ശ്രീ രാജൻ. സാറേ, ഈ 4-5 പേര് ചെന്ന് പീഡിപ്പിക്കുക, അത് കഴിഞ്ഞ് അതിന്റെ വീഡിയോ എടുക്കുക, അത് തന്നെ ഒരു തെളിവായി. പിന്നെ ദിലീപിനെ പൾസർ സുനി ദിലീപിന് ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് ദിലീപിന്റെ ഈ സിനിമ രംഗത്തുള്ള പ്രവർത്തനങ്ങള്, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ദിലീപ് കുറ്റക്കാരൻ തന്നെയാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഡേവിഡ് വിജയ്, ഈ കേസിൽ കേരളത്തിലെ വളരെ പ്രമുഖരായ പല അഭിനേതാക്കൾ, സിദ്ദിഖ്, ഭാമ, ഇടവേള ബാബു, ബിന്ദു പണിക്കർ, അങ്ങനെയുള്ള സാക്ഷികളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി കൂറ് മാറുകയാണ്. ജഡ്ജിയെ മാറ്റണമെന്നുള്ള ആവശ്യപ്പെട്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് വളരെ വിഷമം. കാരണം ഇപ്പൊ ഈ ചർച്ച തന്നെ ഞാൻ ഒരു വിധത്തിൽ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ കോടതിയിൽ അതിനെതിരെ ഒന്നും പറയാനും പറ്റില്ല. ആ ജസ്റ്റിസിനെ പറ്റി എന്തൊക്കെയോ അലിഗേഷൻസ് വന്നിരുന്നു. അതൊരു സ്ത്രീ ജഡ്ജ് ആണെങ്കിൽ പോലും അവരെ മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ അവരെ മാറ്റണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ പലവരും പറഞ്ഞിട്ടു അപ്പീൽ പോയാൽ പോവും എന്നൊക്കെ. ഞാൻ ഈ ഹൈക്കോടതിയിലൊരു സിവിൽ കേസ്, ഇത് ക്രിമിനലൊന്നും അല്ല, നമ്മുടെ സർവീസ് റിലേറ്റഡ് കേസ് നടത്തിയിട്ടുള്ള ആളാ. ഹൈക്കോടതിയിൽ ചെന്ന സാക്ഷി വിസ്താരം ആളെ നേരിട്ട് ചോദിക്കാനൊന്നും പറ്റില്ല. നിലവിലുള്ള സാക്ഷി വിസ്താരങ്ങളുടെ പകർപ്പനുസരിച്ച് ഒന്നും കൂടി വീക്കാവുക ചെയ്യുക ഹൈക്കോടതി. പിന്നെ ഹൈക്കോടതി എനിക്ക് അറിഞ്ഞുകൂടാട്ടോ, നിയമം അത്രയ്ക്ക് വശമല്ല. തിരിച്ചതൊന്നും കൂടി കേസ് വിചാരണ ചെയ്യാൻ വേണ്ടി ലോവർ കോർട്ടിലേക്ക് റെഫർ ചെയ്യുന്നൊക്കെ ചിലവര് പറയുന്ന കേൾക്കാം. അതല്ലാതെ ഹൈക്കോടതിയിൽ എത്തിപ്പെട്ടാ ഒന്നും കൂടി രക്ഷപ്പെട്ടു എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇങ്ങോരോട് വൈരാഗ്യമൊന്നുമില്ല ദിലീപിനോട്. അത് കേസ്, പക്ഷേ കേസ് തെളിയേണ്ട രീതിയിൽ തെളിയും. നിറച്ച് സ്ത്രീജനങ്ങൾ വന്നിട്ട് ചൂടാവണം, ഭയങ്കര ഇതായിട്ട് വർത്തമാനം പറയുന്നത് കണ്ടോ. അപ്പൊ ഒരു ലേഡി ജഡ്ജ് ആയതുകൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടൊന്നും ഒരു കാര്യങ്ങളും ചിന്തിക്കുന്നൊന്നുമില്ല ഈ കാലഘട്ടത്തിൽ. വ്യക്തമാണ്. ഇപ്പൊ ബിനോയ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, ഈ കേസിൽ നിരവധി ആരോപണങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയരുകയാണ്. അതിൽ നിരവധി വിവാദങ്ങൾ ഉയരുകയാണ്. ജഡ്ജിയുടെ സമീപനത്തെ വിമർശിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സുന്ദരേശൻ വരെ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു, പക്ഷേ ഹർജി ഹൈക്കോടതി തള്ളുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒട്ടനവധി വിവാദ വിഷയങ്ങൾ ഉണ്ടായ ഒരു കേസാണ് ഒടുവിൽ വിധി വന്നിരിക്കുന്നത്. ഇതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചോ, അതോ പ്രോസിക്യൂഷൻ്റെ പൂർണ്ണമായ പരാജയമാണോ ഈ ഗൂഢാലോചനയുടെ തെളിവുകൾ അവിടെ വേണ്ട രീതിയിൽ ഹാജരാക്കാൻ കഴിയാത്തത്? നമസ്കാരം മനു. നമസ്കാരം. ഇതിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ല.
ദിലീപിന് നീതി കിട്ടി എന്നാണ് ഞാൻ പറയുന്നത്. ഇരയ്ക്ക് നീതി കിട്ടി. അതിന് പ്രതികളായ 6 പേര് ശിക്ഷിച്ചിട്ടുമുണ്ട്. അപ്പം ദിലീപിന് നീതി കിട്ടി. കഴിഞ്ഞ 8.5 വർഷം ഒരു കേരളത്തിന്റെ ഒരു മഹാനടനെ ഒരു ദിലീപിനെ ഇട്ട് ആക്രമിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മഞ്ജു വാര്യരാണ് ഇതിന്റെ പിന്നിൽ ആദ്യമായി പറയുന്നത്. ഇതിനകത്തൊരു ഗൂഢാലോചന ദിലീപിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു. അപ്പൊ എല്ലാവരും അങ്ങോട്ട് പോയി. പക്ഷെ നമ്മുടെ നാട്ടിലെ നീതി വ്യവസ്ഥ ഉണ്ടല്ലോ, കോടതിയെ അംഗീകരിച്ചുകൊണ്ട് ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും ഈ വിധി വിചാരിച്ചിരുന്നു. ദിലീപ് നിരപരാധിയാണ്, 100% നിരപരാധിയാണ്. പിന്നെ 100 പേര് വന്ന് എന്തോ കള്ളം പറയുമ്പോൾ. പക്ഷേ ഇതിൽ ഞാൻ ശ്രീ ബിനോയോട് ഒരു വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. ഇത് ആർക്കു വേണ്ടിയായിരിക്കാം പൾസർ സുനി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുക? അതോ അത് ഒരു ക്രിമിനൽ എന്ന നിലയിൽ അയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഒരു നടിയെ അങ്ങ് തട്ടിക്കൊണ്ടുപോയി കളയാം എന്ന് അങ്ങനെ തോന്നി പോകുന്നതാണോ? അത് ഈ 8.5 വർഷം പോലീസിന് കണ്ടെത്തി കോടതി പറയാൻ പറ്റില്ല. എനിക്കങ്ങനെ പറയാൻ പറ്റും ആർക്ക് വേണ്ടിയാണെന്ന്. ഈ 8.5 വർഷം അവർക്ക് പക്ഷേ ഒരു ന്യായീകരണമുണ്ട്. ആർക്ക് വേണ്ടിയാണ് തട്ടിക്കൊണ്ടുപോയത്, അതിന് എത്ര പണം കിട്ടി, ആ പണം കിട്ടിയ പണം എവിടെയുണ്ട്, ഏത് അക്കൗണ്ടിലുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതല്ലെങ്കിൽ ആ ന്യായീകരണം ഒന്ന് മനു തെളിവായിട്ട് നമ്മളുടെ കോടതിയിൽ നമ്മളെല്ലാം കോടതി 4th സ്റ്റേറ്റുള്ള ഈ നാട്ടിൽ കോടതിയിൽ ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷെ അതൊന്നും കോടതിയിൽ പുറത്തു നിന്ന് പറയുന്നതല്ലേ ഉള്ളു. കോടതിയിൽ വന്ന് കൃത്യമായി അത് പറയാനോ അതിന്റെ തെളിവ് കൊടുക്കാനോ ഒരാളെ പോലും കണ്ടില്ലല്ലോ. ഇത്രയും നാള് ഈ 8.5 വർഷം നിങ്ങളെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഓരോ കേസ് വരുമ്പോൾ രാവിലെ തൊട്ട് ദിലീപിന്റെ വീട്ടിന്റെ മോളിൽ പോയി ഷൂട്ട് ചെയ്യുന്നു, അയാൾ കുട കൊണ്ടുവരുന്നോ നോക്കുന്നു, ഏത് വണ്ടി പോകുന്നു നോക്കുന്നു. നിങ്ങളെല്ലാവരും വിചാരിച്ചു. ഇപ്പൊ ഇവിടെ ഉണ്ടായൊരു പ്രശ്നം എന്തുവാ, ഈ മീഡിയകളും കുറെ ദിലീപിനെതിരുള്ള ആളുകളും വിചാരിച്ചു അവര് വിചാരിക്കുന്ന കണക്ക് വിധി വരണം. അവര് വിചാരിച്ച വിധി എന്തോ ദിലീപിനെ ഇപ്പൊ അങ്ങോട്ട് ശിക്ഷിക്കും, 8ാം പ്രതിക്ക് ശിക്ഷ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായി നമ്മളത് മനസ്സിലാക്കുന്ന ആളെ കൃത്യമായി പറഞ്ഞു, ഇത് ചർച്ചകളിൽ മാത്രമാണ്. കോടതി മുറികളിൽ വരുമ്പോൾ സത്യമാവുകയും ചെയ്യും. അതിന്റെ സത്യമായി വന്നതുകൊണ്ടാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ഇനിയും അവർക്ക് നീതി കിട്ടിയില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മോൾ കോടതികളുണ്ടല്ലോ, മുകളിലെ കോടതികളിൽ പോവാം. പക്ഷെ ഈ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദിലീപിന്റെ നല്ലൊരു കൂട്ടുകാരനാണ്. ഈ കഴിഞ്ഞ മാസവും ഞങ്ങൾ കണ്ടപ്പോൾ എന്നോട് ഇതിൽ ഞാൻ നിരപരാധിയാണ്, ഇത് എന്താ കളിക്കുന്ന പറഞ്ഞു. പക്ഷെ ദൈവത്തിന് നന്ദി എന്ന് അദ്ദേഹം പറയുന്നത്, ഒരു ദൈവവിശ്വാസിയായ അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ച് ചെയ്തിട്ടില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ മഞ്ജു വാര്യറിൽ ഇതിനകത്ത് എന്താണ് റോള്? ശ്രീ ബിനോയോട് ദിലീപ് താൻ നിരപരാധിയാണ് എന്ന് തുറന്നു പറയുകയാണ് അല്ലേ? അങ്ങനെ എന്തുകൊണ്ട് ഞങ്ങള് 6 മാസത്തിന് മുമ്പ് ദുബായിൽ ഒന്നിച്ച് ദേപ്പുട്ടിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഇത് തീർന്നാ മതിയല്ലോ, ഈ കേസ് എങ്ങനെയെങ്കിലും തീർന്നാ മതി. ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ, തന്നെ ഇങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഒരു നിയമ നടപടിക്ക് ദിലീപ് ഒരുങ്ങും എന്ന എന്തെങ്കിലും സൂചന ബിനോയോട് ഉറപ്പായിട്ട് ഇന്ന് തന്നെ ദിലീപ് പറഞ്ഞല്ലോ, നിയമ നടപടിക്ക് ഇന്ന് തന്നെ പറയല്ലോ. നിങ്ങളുടെ അല്ല, അത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചത് അന്ന് അങ്ങയോട് പറഞ്ഞിരുന്നോന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാണുമ്പോൾ ഏറ്റവും ഇത് എന്തെങ്കിലും കോടതിയുടെ ഒരു തീരുമാനം വന്ന് എന്നെ അങ്ങ് വിട്ടാൽ അത് അവരുടെ ഈ തെളിവുകളൊക്കെ വെച്ചോ ഏതെങ്കിലും മതി. ഈ കേസ് അങ്ങ് തീർന്നാൽ മതി. അതിന്റെ അർത്ഥം വെറുതെ വിടണമെന്നോ കുറ്റക്കാരനാണോന്നോ അല്ല. പക്ഷെ അത് ദിലീപിന്റെ ആ വാക്ക് കേൾക്കുമ്പോ തന്നെ നമുക്കൊക്കെ ഒരു മാനസിക വിഷമം. അതുകൊണ്ട് തന്നെയാണ് കോടതി കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ചു. കൃത്യമായി കോടതി 8.5 വർഷം പല ആളുകളുടെയും പല തെളിവുകളും എടുത്തു, പല വിസ്താരവും. ഞാൻ ശ്രീ ബിനോയോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. എന്തുകൊണ്ടായിരിക്കും ഈ 1ാം പ്രതി കേസിലെ 1ാം പ്രതി ഈ ദിലീപിന്റെ പേര് പറയുന്നത്? കാരണം ഇത് മഞ്ജു വാര്യർ ഗൂഢാലോചന എന്ന് പറഞ്ഞെങ്കിലും ഈ പേര് പറയുന്നത് പൾസർ സുനിയാണല്ലോ. അപ്പോൾ കേരളത്തിൽ 100 കണക്കിന് നടന്മാരുണ്ട്, ദിലീപിനേക്കാൾ പ്രമുഖരും അല്ലാത്തതുമായ നടന്മാരുണ്ട്. അവരിൽ ആരിലേക്കും ഇത് പോകാതെ ദിലീപിലേക്ക് വരാൻ എന്തായിരിക്കും കാരണം എന്ന് എന്തെങ്കിലും സൂചന ദിലീപ് നൽകിയിരുന്നോ ബിനോയ്ക്ക്? അല്ലേ മനു, ഞാൻ പറയട്ടെ മനു, വരും ദിവസങ്ങളിൽ അതിന്റെയൊക്കെ ചുരുള് നമ്മൾ അഴിക്കാൻ പറ്റുമല്ലോ. ദിലീപ് തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞു എന്തോ, ഇതിന്റെ പിന്നിൽ മഞ്ജു വാര്യരാണ്. ഞങ്ങൾ എല്ലാവരും പറയുന്നു മഞ്ജു വാര്യർ. വരും ദിവസങ്ങളിൽ നമ്മൾക്ക് കാണാം. ഇതിനുവേണ്ടി കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈ 8.5 വർഷവും കേരള പോലീസ് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ. അല്ല ബിനോയ്, ഞാൻ അവിടെയാണ് എനിക്കൊരു സംശയം. മഞ്ജു വാര്യർക്ക് അങ്ങനെ ഒരാളെ പ്രതിയാക്കണമെന്ന് തീരുമാനിച്ചാൽ ആക്കാനുള്ള ഇത് മഞ്ജു വാര്യർക്ക് ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ. അതിന് പുറകിൽ ആരെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയ ബന്ധം ഉണ്ടാകണമല്ലോ. അല്ല, അതിന്റെ പിന്നിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ബന്ധം കാണുമെന്ന്
ഇപ്പോഴും മഞ്ജുവിന് അങ്ങനെ പോലീസിൽ വലിയ സ്വാധീനമുള്ള ആളാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? പോലീസിൽ സ്വാധീനം വേണ്ട, പോലീസിൽ സ്വാധീനം വേണ്ട. സാമ്പത്തികമുണ്ടെങ്കിൽ പോലീസിൽ എന്തും നടക്കും. ഈ സർക്കാരിൽ സാമ്പത്തികമുണ്ടെങ്കിൽ എന്തും നടക്കുമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യറിന് ഇതിനകത്തുള്ള റോള് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്നുമില്ലെങ്കിൽ പഴയ ഒരു മഞ്ജു വാര്യരുടെ ഭർത്താവാണ്, അവരുടെ കുട്ടിയുടെ അച്ഛനാണ്. പക്ഷെ അതുപോലും ആലോചിക്കാതെ കഴിഞ്ഞ 8.5 വർഷം വേട്ടയാടുന്നതിന്റെ പിന്നിൽ മഞ്ജു വാര്യർ തന്നെയാണ്. ഇതുവരെയും മഞ്ജു വാര്യർ ഇത്രയും സമയം വിധി വന്നിട്ടും ഒന്ന് മീഡിയയുടെ മുമ്പിലോ ഒന്നും വന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായി മലയാളികൾക്കറിയാം കുറെ നാള് ദിലീപിനെ വേട്ടയാടാൻ പറ്റി, ചാനലുകളുടെ മുമ്പിൽ മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റി എന്നുള്ളതല്ലാതെ അതിനപ്പുറം വരും ദിവസങ്ങളിൽ ദിലീപ് തന്നെയാണ് മലയാള സിനിമയുടെ മെഗാസ്റ്റാറായി വരാൻ പോകുന്നത്. ആരൊക്കെ കളിച്ചാലും കോടതി വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ. അപ്പം ഇത് പ്രമോദ് നാണു എന്നോട് ചോദിക്കുന്നത്, വ്യാജൻ പീഡിപ്പിച്ചത് ആർക്ക് വേണ്ടി? ദിലീപ് കുറ്റക്കാരനല്ലെന്ന് ജിതേഷ് പറയുന്നു. നീതി കിട്ടിയിട്ടില്ല എന്ന് പ്രകാശ് പറയുന്നു. പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ലെന്ന് ഗൗതം പറയുന്നു. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ലെന്ന് രഘുനന്ദനൻ പറയുന്നു. നീതി ലഭിക്കുന്നത് വരെ പോരാടണം എന്ന് പറയുന്നു സുനിൽകുമാർ. ഈ സംഭവം ഉണ്ടായപ്പോൾ ദിലീപ് ആദ്യം SMS അയച്ചത് പിണറായിക്കാണെന്ന് പറയുന്നു. ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതാരെന്ന് ജിതേഷ് ചോദിക്കുന്നു. ഓക്കെ, റോസി എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. ഇത് തന്നെയല്ലേ വിധിയിൽ ദൈവത്തിന് കൂടുതൽ ശിക്ഷ തരും എന്ന് ദിലീപ് ദൈവം കൂടുതൽ ശിക്ഷ തരും. ഓക്കെ, എനിക്ക് ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്നില്ല. ഗൂഢാലോചന തെളിയിക്കാൻ ഈസി അല്ലെന്ന് മനസ്സിലാക്കുക എന്ന് എന്നോട് ഉബൈസ് പറയുന്നു. പ്രത്യേകിച്ച് പ്രൊഫഷണലായി കുറ്റം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കരുതൽ ചെയ്ത ശേഷം കുറ്റം ചെയ്ത് ഇറങ്ങുന്നത് ശബരിമല കൊള്ളയും എഴിഞ്ഞു നീങ്ങുന്നത് കൊണ്ട് ഇതേ കാരണം കൊണ്ടാണെന്ന് എന്നോട് പറയുന്നു. ജിത്തുശ്രീ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി കോലമ്പരം ഹായ് എന്ന് എന്നോട് പറയുന്നു. അരുന്ധതി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, അപ്പോൾ എന്നോടൊപ്പം ചേർന്നതിൽ സന്തോഷം. പുരുഷോത്തമൻ ദിലീപിനെ വെറുതെ വിട്ടു, ഈ ആഘോഷത്തിൽ ദിലീപിനെ അനുകൂലിച്ച് രാഹുൽ ഈശ്വർ അകത്തായി പോയല്ലോ എന്ന ദുഃഖമാണ് പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, റിനു പി എന്നോട് ഹായ് എന്ന് പറയുന്നു. വിൽ എക്സ്പ്ലോർ പറയുന്നു, ചേട്ടാ ഞങ്ങൾക്ക് എന്നെന്തോ പറയാൻ വരുന്നുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. അപ്പോൾ ശിവദാസൻ ബാലരാമപുരം, ശിവദാസൻ ചുരുങ്ങിയ വാക്കുകളിൽ ശിവദാസൻ ഈ വിധി പ്രതീക്ഷിച്ചതാണ്. വന്നപ്പോ തന്നെ സ്ഥാനോട് ഞാൻ പറഞ്ഞു, പാവപ്പെട്ട ഒരു മഹാനടനെ അവര് കഷ്ടകാലത്ത് കൊണ്ട് അവർ കുരുക്കിയിരിക്കാൻ വെറുതെ വിടും, എത്ര വർഷമായി വെറുതെ വിടും സ്ഥാനോട് ഞാൻ പറഞ്ഞുള്ള കാര്യം എത്ര പ്രാവശ്യം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനെ കൊന്നു. മഞ്ജു വാര്യറും അവരെ കുറെ ആൾക്കാരെ കൂടെ അദ്ദേഹത്തിനെ കൊന്നൊടുക്കി. ഇനി അവർക്ക് എന്തിനും നെഞ്ചിലെ കല്ലിറങ്ങട്ടെ. പക്ഷേ ശിവദാസൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, അങ്ങയുമായി കുറച്ചു നേരം സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾക്ക് സംസാരിച്ചിട്ട് കുറേ ദിവസം, ഏതായാലും മറ്റൊരു ദിവസത്തിലായി. ഇന്ന് ഒരുപാട് ആളുകളുള്ളതുകൊണ്ടാണ് അങ്ങ് സ്ഥിരം പ്രേക്ഷകനാണല്ലോ. ഷിബുകുമാർ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിബുകുമാർ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നെടുമങ്ങാട്. ശ്രീ ഷിബുകുമാറിന് യെസ്, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ നിർണായകമായ ഒരു തീരുമാനമെടുക്കുന്നത്. അതാണ് ഹേമ കമ്മിറ്റി. ഏതായാലും ഒരു തരത്തിൽ നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോഴും വേറെ ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഒരു നാഴികക്കല്ലായി ഈ സംഭവവും ഇതിനെ തുടർന്നുള്ള പ്രതികരണങ്ങളും മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ശ്രീ ഷിബുകുമാർ, താങ്കൾ ഈ വിധിയെ ഏത് തരത്തിൽ നോക്കിക്കാണും? നിലവിലുള്ള പിന്നെ വെറുതെ വിട്ടത് അത് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിച്ച ഒരു ആരോപണമാണ്. അങ്ങനെ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ ഇപ്പം മാധ്യമങ്ങളല്ലല്ലോ, പോലീസല്ലേ കേസെടുത്ത്. മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേസ് വന്നാൽ പ്രതിയായ നമ്മൾ പാർത്ത് കൊടുക്കാന്നല്ല, കുറ്റവാളിയാക്കി ചിത്രീകരിച്ചു. അതാണ് ഇങ്ങനെ ഈ വിഷയത്തിന് കാരണം. അല്ലെങ്കിൽ ഇത്ര ഒരു വരില്ലായിരുന്നു. ദിലീപ് എന്നും പറഞ്ഞു 24 മണിക്കൂറും ദിലീപിനെ അവമാനിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് 2 ദിവസം കൊണ്ടുള്ളത്. അപ്പൊ കോടതിയിൽ വിധിച്ചേക്കുന്നത് നമ്മളല്ല, വിധിച്ചേക്കുന്നത് കോടതിയാണ്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിധിച്ചത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വിജയകുമാരൻ പട്ടാമ്പിയിൽ നിന്നാണ് എന്നോട് ചേരുന്നത്. ശ്രീ വിജയകുമാരൻ കേൾക്കാം? ശ്രീ വിജയകുമാരൻ, ഇത് സിനിമാ രംഗത്തെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കം എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ഹേമ കമ്മിറ്റി വന്നു, അത് സർക്കാരിന് റിപ്പോർട്ട് നൽകി. അതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് കോലാഹലങ്ങളുണ്ടായി. ഒരുപക്ഷെ നമുക്ക് ഒരു വശത്ത് നോക്കുമ്പോൾ പ്രതീക്ഷിച്ച തരത്തിലേക്ക് ഇതൊന്നും ഫലം കണ്ടില്ലെങ്കിലും വലിയൊരു പോരാട്ടത്തിൻ്റെ ആദ്യ ചുവടുകളായി ഈ നീക്കങ്ങളെയൊക്കെ കാണാൻ കഴിയുമോ? എനിക്ക് മുമ്പ് സംസാരിച്ച ബിനോയ് സാറും അതുപോലെ തന്നെ ഇപ്പോൾ സംസാരിച്ച ഷിബു കുമാർ, അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ മിക്കവാറും യോജിപ്പുണ്ട്.
അത് വ്യക്തിപരമായിട്ട് ചില ആൾക്കാരെ കാരണക്കാരെന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നില്ല. ബാക്കി അദ്ദേഹം കുറ്റക്കാരനല്ലാന്ന് നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഒരാളെ വേട്ടയാടുന്നു, അത് തന്നെ മാധ്യമങ്ങളുടെ ഒരു വിഭാഗം അല്ലെങ്കിൽ അത് പൊരുപ്പും തെങ്ങലൊക്കെ വെച്ച് പറയല്ലോ. അപ്പൊ അതുകൊണ്ടും കാര്യമില്ലാന്ന് ഇപ്പൊ ശരിക്കും മനസ്സിലായി. സത്യത്തിൽ വേണ്ട ഞാനൊക്കെ വിശ്വസിക്കുന്നത് കുറ്റവും ശിക്ഷയുമില്ലാത്ത വ്യവസ്ഥിതി അത് എല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിലാണ് ഞങ്ങൾക്ക് അത് കുറ്റം ശിക്ഷയില്ലാന്നും കൂടി ഒരു ഉപഭോഗം കൂടി ഞാൻ ചേർക്കും. അപ്പൊ ഏറ്റവും നന്നായിട്ട് എല്ലാവരും ജീവിക്കുക എന്നാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീ റഷീദ് കൊയിലാണ്ടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദ് കൊയിലാണ്ടിയായിട്ട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി, ഇന്ന് കുറച്ച് നേരം സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഒന്ന് കുറച്ച് തിരക്ക് പിടിച്ചൊരു ദിവസമായി പോയി. ശ്രീ റഷീദ് കൊയിലാണ്ടി അങ്ങ് ഒരു സിനിമ ആരാധകനാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സിനിമയൊക്കെ ധാരാളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ദിലീപ് ഫാനാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങ് നസീർ ഫാനാണെന്ന് മറ്റോ എന്നോട് പറഞ്ഞല്ലേ? ഏതായാലും ഈ നായകന്മാർ ഇങ്ങനെ ജീവിതത്തിൽ പ്രതിനായകന്മാരായി കേസിലൊക്കെ വരുന്നത് അത്ര നല്ല കാര്യമില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം കുറ്റവിമുക്തനാണെന്ന് പറയുന്നു, ലഡു വിതരണം ചെയ്യുന്നു, ആരാധകർക്കൊപ്പം സെൽഫി എടുക്കുന്നു. ദിലീപിനെ വേട്ടയാടിയത് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളുമാണ് എന്നൊരു വിഭാഗം പറയുന്നു. ഇവിടെ നടിയാകട്ടെ ഒരക്ഷരം മിണ്ടുന്നില്ല. ആ മൗനത്തിന്റെ നിശബ്ദതയുടെ അർത്ഥം എന്താണ്? ഈ വിധിയില് പൂർണ്ണ സംതൃപ്തനല്ലെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ, അതായത് ഒരു യുവനടിയെ നടു റോട്ടിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ ബലാത്കാരം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തൊരു കേസാണിത്. അതിൽ നേരിട്ട് ഇടപെട്ട ആളുകളെ 6 ആളുകൾക്ക് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഈ ക്രൂരത ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച സംഗതി എന്താണ്? അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? ഈ തിരക്കഥ മെനഞ്ഞത് ആരാണ്? ഇത് വളരെ കൃത്യമായി അതിജീവിത പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളാണെന്ന്. പക്ഷേ കോടതിക്ക് അത് ബോധ്യമായിട്ടില്ല. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. നമുക്ക് അറിയാവുന്നതും മനസ്സിലാവുന്നതും ഈ ദിലീപ് 86 ദിവസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. അന്ന് നിരന്തരം അദ്ദേഹം പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള, ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെട്ടു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? കുറ്റക്കാരനെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണല്ലോ. 86 ദിവസം വെറുതെ ഒരാൾ ജയിലിൽ വെക്കുവോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ വിശദീകരണമൊക്കെ വിധിന്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പൂർണ്ണ പകർപ്പിനാണ് ഞാനും കാത്തിരിക്കുന്നത്. ഞാൻ കൂടുതൽ നമുക്ക് മറ്റൊരു ദിവസം, തിരക്കില്ലാത്തൊരു ദിവസം സംസാരിക്കാം. വളരെ നല്ല. അപ്പോൾ എന്നോട് ജയകുമാർ പറയുന്നത് എൻ്റെ മെസ്സേജ് ഒന്നും വായിക്കില്ല എന്നുള്ളത്. ഏറ്റവും കൂടുതൽ മെസ്സേജ് ഞാൻ വായിക്കുന്നത് ജയകുമാറിൻ്റെതാണ്. ജയകുമാർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനുമാണ്. അതുകൊണ്ട് മാത്രമല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുമാണ്. മാത്രമല്ല ജലേഷ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ജലേഷ് എന്നെ പുകഴ്ത്തുന്നൊക്കെയുണ്ട്. ജലേഷ്, താങ്ക് യു സോ മച്ച്. എന്നെ പുകഴ്ത്തുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങനെ നേരിട്ട് പുകഴ്ത്തിയിട്ടില്ലെങ്കിലും. ഓക്കെ. അപ്പോൾ വിഷ്ണു ആലപ്പി എന്നോടൊപ്പം ചേരുന്നു. ദിലീപ് പണം വാരി എറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങോട്ടാണ് എറിഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒപ്പീനിയൻ പറയുന്നു, തെളിവ് ആയി ജയിലിൽ നിന്നുള്ള കത്തുകൾ ഇത് കണ്ട് അടുത്ത് പോലീസ് ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയമായി എന്ന് പറയുന്ന ദീപു എന്നോടൊപ്പം ചേരുന്നു, തിരുവനന്തപുരത്തും. ദീപു കേൾക്കാമോ? കേൾക്കുന്നു. അതായത് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നെല്ലും പതിരും വരെ ഓരോ കാര്യവും ജനങ്ങള് വിലയിരുത്തിയതാണ്. വിലയിരുത്തുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളുടെ ഒരു പരുവം മനസ്സിലാവും. പിന്നെ കോടതിയാണ് അതിനകത്ത് കാര്യങ്ങൾ കണ്ടുപിടിച്ചൊരു വിധി പുറപ്പെടുവിപ്പിക്കുന്നത്. ഇതിനകത്ത് 6 പേർക്ക് ശിക്ഷ കിട്ടിയത് എന്തോ വലിയ കാര്യമാണെന്ന് പറയുന്നത്. 6 പേരല്ലേ ഇതിനകത്ത് ഈ വൃത്തികേട് എല്ലാം കാണിച്ചു കൂട്ടിയത്, ഈ കുറ്റകൃത്യം കാണിച്ചു കൂട്ടിയത്. അവർക്ക് പിന്നെ അവരെ പിന്നെ എന്ത് തെളിവാണ് അവർക്ക് വേണ്ടത്? അപ്പൊ അവർക്ക് ഈസിയാണ്, അവർക്ക് ഏത് പാതിരാത്രിയിലും നമുക്ക് അവരെ കുറ്റവാളിയായിട്ട് അവർക്ക് ശിക്ഷ വിധിക്കാം. പക്ഷെ ഇത് എന്തിനു നടന്നു? ആരാണ് ഇതിന്റെ ഗൂഢാലോചന? ഇത് കൃത്യമായിട്ട് അത് കോടതിയിൽ കാര്യങ്ങൾ വന്നപ്പോ കോടതിയിൽ എനിക്ക് തോന്നുന്നത്, അതായത് എല്ലാം പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ് മനുവും പറയുന്നത്. അപ്പൊ അത് പുറത്തു വന്നാലേ അറിയാനൊക്കുള്ളൂ. പക്ഷെ അപ്പോഴും ഇത് എങ്ങനെ ദിലീപിനെ രക്ഷിക്കാം എന്നുള്ളതാണ് അതിനകത്ത് കണ്ടെത്തിയതെന്നാണ് തോന്നുന്നത്. അതായത് ഒരു കോടതിയിൽ ഒരു അതിജീവിതയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അവർക്ക് എങ്ങനെ നീതി കൊടുക്കാം എന്നുള്ളതല്ല, ഇതിനെ എങ്ങനെ അയാളിൽ രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ് കാണുന്നത്. ഈ അഡ്വക്കേറ്റ്സിന്റെ, അയാളുടെ കൂടെ നടക്കുന്ന അഡ്വക്കേറ്റ്സിന്റെ ഒക്കെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതെല്ലാം കൂടുതൽ സ്ത്രീകളാണ് അതിനകത്തുള്ളത്. അപ്പൊ മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇവിടെ സംസാരിച്ച ചിലരുണ്ടല്ലോ മനു, ഇത്രയും, അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ പെർവേർട്ടിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ദിലീപിനെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ശ്രമമൊക്കെ പലരും ചെയ്യും. ഈ പിന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ വിൽക്കുന്ന പല ആൾക്കാരും പോലീസ് പിടിച്ച ആൾക്കാർക്ക്
പ്രേക്ഷകർക്ക് പലർക്കും ഒക്കെ ഇതൊക്കെ പറയാൻ തോന്നുന്നു എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അടുത്ത കോടതിയിൽ പോയി ഇവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് പൊതുസമൂഹം നടത്തേണ്ടത്, മാധ്യമങ്ങൾ നടത്തേണ്ടത്, ജനങ്ങൾ അവരോടൊപ്പം തന്നെയാണ്. അവൾക്ക് നീതി കിട്ടുന്നത് വരെ അവൾക്കൊപ്പം തന്നെ. യെസ്, വ്യക്തമാണ് ദീപുവിൻ്റെ അഭിപ്രായം വ്യക്തം. അപ്പോൾ ശശിധരൻ പിള്ള എന്നോട് പറയുന്നത് ഈ മനുവിന് നമ്പർ ആർക്കെങ്കിലും അറിയാമോ എന്നാണ്. എൻ്റെ നമ്പർ ശശിധരൻ പിള്ളയ്ക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഈ പേജ് വായിക്കുന്നില്ലെന്ന്, ഞാൻ കമൻറ്റ് വായിക്കുന്നില്ലെന്ന്. ഇപ്പോൾ ഞാൻ ഈ കമൻറ്റുകൾ മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കുകയില്ലേ ശ്രീ ശശിധരൻ പിള്ളേ. സുനിൽ കുമാർ ചോദിക്കുന്നു, മനു സാറിനെ ഒന്ന് പുകഴ്ത്തി നോക്കുക അപ്പോൾ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് സത്യമാണ് കേട്ടോ. എന്നെ പുകഴ്ത്തിയാൽ ആ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അത് സുനിൽ പറയുകയാണ് എന്നെ പുകഴ്ത്തി നോക്കുക. അപ്പോൾ എന്നെ ബ്ലോക്കാക്കി എന്ന് ആരോ പറയുന്നുണ്ട്. അല്ല, ബ്ലോക്കാക്കിയിട്ടില്ല. ഓക്കെ, ദിലീപിന് ചുവന്ന ഹൃദയം അയക്കുന്നു ജിഷ്ണു. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ബാലൻ ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, ദീർഘനാളായി ശ്രീ ബാലനുമായി സംസാരിച്ചിട്ട് പാലക്കാടുകാരനാണ്. ഓക്കെ ശ്രീ ബാലൻ, ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്കൊന്ന് ഒട്ടും സമയമില്ലാതെ. നമസ്കാരം. ഞാൻ പെട്ടെന്നൊരു 2 കേസ് പറയാം. ഒരു SNC ലാവലിംഗ് കേസ്, ഒരു PT വധക്കേസ്. ഈ 2 കേസും ഇത് ചെയ്തവർ കുടുങ്ങി, ചെയ്യിപ്പിച്ചവർ രക്ഷപ്പെട്ടു. ഈ 2 കേസിനും സംഭവിച്ചത് അതിനാണ്. പിന്നെ നമ്മൾ നീതിന്യായ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നല്ലോ, പലപ്പോഴും ഈ ന്യായത്തിന്റെ പുറത്ത് നീതി നിൽക്കാറില്ല. സുപ്രീം കോടതി ജഡ്ജിമാർ പോലും അഴിമതി ആരോപണം നേരിട്ട് അയച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഈ 6 പ്രതികളുണ്ട് വെറുതെ വിട്ടാൽ മതിയായിരുന്നു. ദിലീപിന്റെ കൂടെ അവരും കൂടെ വെറുതെ വിടാം, അവര് കുറ്റം ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ ദിലീപ് രാമൻപിള്ളയ്ക്ക് നന്ദി പറയുന്നുണ്ട്. ദിലീപ് രാമൻപിള്ളയ്ക്ക് നന്ദി പറയണമെങ്കിൽ ഏറ്റവും നല്ലത് അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർക്കാണ് നന്ദി പറയുന്നുണ്ട്. എന്നെ രക്ഷപ്പെടുത്തി എന്നല്ലോ നന്ദി. ഓക്കെ, നമുക്ക് വിശായിട്ട് തന്നെ വിളിക്കാം. ശരി. ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായവും കൃത്യമാണ്. അപ്പോൾ എന്നോടൊപ്പം സുനിൽ കുമാർ പറയുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇവിടെ എന്ത് വെളിപ്പെടുത്തലുണ്ടായി, എന്നിട്ട് എന്താണ്, ഏതെങ്കിലും നടനെ അകത്തിട്ടോ എന്നാണ്. ഇപ്പോൾ കേസൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നു. പിന്നെ എന്നോടൊപ്പം മറ്റ് പല ആളുകളും ചേർന്നിട്ടുണ്ട്. പട്ടാമ്പിയിൽ നിന്ന് വിജയകുമാരൻ. ശ്രീ വിജയകുമാരൻ, കേൾക്കാമോ? വിളിക്കൽ കഴിഞ്ഞു, കുറച്ചു മുമ്പേ വിളിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു. സംസാരിക്കൽ കഴിഞ്ഞു, പക്ഷെ മുഴുവൻ കഴിഞ്ഞിരുന്നില്ല. ഞാനത് അങ്ങയുടെ പേര് അതിൽ വീണ്ടും വന്നുകൊണ്ടാണ്. പിന്നെ സംസാരം. ഓക്കെ. പിന്നെ ഓപ്ഷൻ എന്നോട് പറയുന്നു, തെളിവായി ജയിലിൽ നിന്നുള്ള കത്തുകൾ കണ്ട് മടുത്തു എന്നാണ്. പോലീസ് ട്രാക്ക് ഒന്നും മാറ്റിപ്പിടിക്കേണ്ട സമയമായി എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഉയർന്ന ദിലീപിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അന്നത്തെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും അവർ തെരഞ്ഞെടുത്ത ഒരു ക്രിമിനൽ സംഘവും പോലീസും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായത്. അതിനായി ഈ കേസിലെ മുഖ്യപ്രതിയെയും ജയിലിലുണ്ടായിരുന്ന അയാളുടെ കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനയുകയാണ് ചെയ്തത് എന്ന ആക്ഷേപമാണ് ദിലീപ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തൻ്റെ കരിയറും ജീവിതവും എല്ലാം തകർത്തു എന്ന ആക്ഷേപവും ദിലീപ് മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇതിലെത്ര വാസ്തവമുണ്ട് എന്നതാണ് പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. സുനിൽ, കേൾക്കാമോ? കേൾക്കാം. ഈ ദുബായിൽ ഇപ്പോൾ നമ്മുടെ മലയാളി പ്രവാസി ലോകമൊക്കെ ഈ വിഷയം സഗൗരവം ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ സുനിൽ? എല്ലാവരും സെൻസേഷൻ കേസ് ആയിരുന്നല്ലോ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താണ് വിധി വരുന്നത്. പൊതുവെ അവിടെ ആളുകൾ എന്താണ് ഈ ഒരു പ്രതീക്ഷയായി പറഞ്ഞിരുന്നത്? ഈ കേസിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ദിലീപ് ആരോപിക്കുന്ന പോലെ ഇത് മാധ്യമ പോലീസ് ഗൂഢാലോചനയാണോ എന്നാണോ പറഞ്ഞിരുന്നത്? ഇതിപ്പോ ഞാന് അതൊന്നും പറയാനാണല്ലോ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും കോൺസ്പിറസി തിയറി പ്രൂവ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കോൺസ്പിറസി എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാലോ, പല കേസിലും നമുക്കറിയാം. നമുക്ക് ഇപ്പൊ ഈവൻ നമ്മുടെ TP ചന്ദ്രശേഖരൻ മരിച്ച സഖാവിന്റെ കേസിലും അറിയാം. കോൺസ്പിറസി അത്ര ഈസി അല്ല പ്രൂവ് ചെയ്യാൻ. ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ചോദിക്കുന്നൊരു ചോദ്യം, ഇവിടെ പലരും പറഞ്ഞ എല്ലാവരും അവരുടെ അഭിപ്രായം പറയുന്നത്, ഇത് കോടതി എന്ന് പറഞ്ഞൊരു വേർഡിക്റ്റ് ആണ്. വി ഷുഡ് അഡ്മിറ്റ് ഇറ്റ്. വന്നത് എന്തായാലും അത് അഡ്മിറ്റ് ചെയ്യണം. അതിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന ആളുകളെല്ലാം പ്രതികളുമായിട്ടുണ്ട്, അവർക്കെല്ലാം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഹയർ കോർട്ടിൽ പോകാമല്ലോ. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നമുക്കുണ്ടെങ്കിൽ കൂടുതൽ എവിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ കോർട്ടിലേക്ക് പോവാം. പിന്നെ ഞാൻ ചോദിക്കുന്നതല്ല, ഇനി ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറയണം. ഗവൺമെന്റ് അല്ലേ പ്രോസിക്യൂഷൻ വക്കീലിനെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് രാമപിള്ള സാറാണെന്നറിയാം. അദ്ദേഹത്തിനെയൊക്കെ കടത്തി വെട്ടണമെങ്കിൽ നമ്മള് കേരളത്തിലെ ഓരോ കേസും നമ്മൾ ഏതൊക്കെ വക്കീലന്മാരെ വെക്കുന്നത്? ദേശയുടെ നല്ലൊരു വക്കീലിനെ ഹയർ ചെയ്യണ്ടായിരുന്നു മേളിൽ നിന്ന് തന്നെ. ഞാൻ പറഞ്ഞ ശരി, രാമപിള്ള വക്കീലിനെ പോലെ ആൾക്കെതിരെ ക്രോസ് ചെയ്യുമ്പോൾ അതുപോലെ ഒരു അഡ്വക്കേറ്റ് വേണ്ടേ ഓപ്പോസിറ്റ്? ഇവിടെയുള്ള അഡ്വക്കേറ്റ് മോശമെന്നല്ല പറഞ്ഞത്.
എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു. ഈ ഷുഡ് ഗോൺ ഫോർ ബെറ്റർ ഓപ്ഷൻ പോകണമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പൊ നമ്മൾ കോടതി ഒരു വേർഡിക്ട് വന്നിട്ട് ആ ആളെ അത് നമ്മൾ അതിനെ ക്രിമിനലൈസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് അതിനോട് നല്ലൊരു അഭിപ്രായമല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനി ഭാവിയിൽ ഇത് വീണ്ടും ഹൈക്കോടതിയിൽ പോയിട്ട് അതല്ലെന്ന് പിന്നെയും തെളിയുമ്പം ഒരു വഴിക്ക് ദിലീപ് പറഞ്ഞതിന് കാര്യമില്ല. 8-9 വർഷം പോയില്ലേ, അതാര് തിരിച്ചു കൊടുക്കും? ഞാൻ ഒരിക്കലും ആ ഇതായ അതിജീവത ഇത് വിട്ടിട്ടല്ല പറയുന്നത്. അതിന് ഡയറക്റ്റ് ഇൻവോൾവ് ആയവർക്ക് ഇതായിട്ടുണ്ട് കോൺസ്പിറസി ഉണ്ടെന്ന് തെളിയുകയും വേണം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൂടുതൽ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് അതിന് കൃത്യമായി അങ്ങ് പറയാനുള്ളത് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രമേഷ് കുമാർ കണ്ണൂരിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രമേഷ്, കണ്ണൂരിൽ എവിടെ നിന്നാണ്? കണ്ണൂര് പുതിയ തെരുവ്. പുതിയ തെരുവ്. യെസ്. അതെ, വിധിയില് ദുഃഖമുണ്ട് അങ്ങനെ സംഭവിച്ചതിൽ. ആദ്യത്തെ 6 പേരെ ശിക്ഷിച്ചിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർ അപ്പൊ ഗൂഢാലോചന തന്നെ ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ആ കേസിന്റെ നാളുവഴികൾ കണ്ടു നോക്കുമ്പോൾ അതിലെന്തോ ഗൂഢാലോചന ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ പുതിയ തെരുവിൽ നിന്നാണ് രമേഷ് വിളിച്ചത്. അപ്പോൾ എന്നോട് ജിഷ്ണു എന്നോട് പറയുകയാണ് ഐ സപ്പോർട്ട് ദിലീപ് എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് മനു ഒരു മാപ്രയാണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. മാപ്ര എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ഫോമാണ്, അതൊരു പരിഹാസവുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പരിഹാസമൊക്കെ ഉൾക്കൊള്ളുന്ന ജിഷ്ണു. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എന്നെ പുകഴ്ത്തിയാൽ മാത്രമേ കമൻറ്റ് വായിക്കുള്ളൂ എന്നാണല്ലോ ഒരു ആക്ഷേപം ഉണ്ടായത്. അപ്പോൾ എന്നെ അധിക്ഷേപിക്കുന്ന കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ശ്രീദേവി എന്നോട് പറയുന്നത് ലോകത്ത് ആരോടും ചെയ്യാൻ പാടില്ലാത്ത മഹാപാവമാണ് ആ പെൺകുട്ടിയോട് ചെയ്തത്. ഇതിന് പിന്നിൽ ആരായാലും ദൈവത്തിൻ്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നു. വിഷ്ണു എന്നോട് ചോദിക്കുന്നു ദിലീപിനെ പിന്നെ എന്തിനാണ് മനു 86 ദിവസം ജയിലിലാക്കിയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുനിൽകുമാറിന് എൻ്റെ നമ്പറും കിട്ടിയിട്ടുണ്ട്. സജി എന്നോട് പറയുന്നത് വൈക്കം. സജി എന്നെ വിളിക്കുന്നത് വൈക്കത്താണ്. സജി, നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. വേറെ കൂടുതൽ പറയുന്നില്ല. നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഓക്കെ, യെസ്. കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത് ദിലീപ് നീതി വിലയ്ക്ക് വാങ്ങി എന്നാണ്. അപ്പോൾ അദ്ദേഹം നേരിട്ട് നമുക്കൊപ്പമുണ്ട്. ഞാൻ യൂട്യൂബിലെ കമൻറ്റ് വായിച്ചു. ശ്രീ കൃഷ്ണൻകുട്ടി, അങ്ങനെ തോന്നാൻ എന്ത് കാരണം? നീതി വിലയ്ക്ക് വാങ്ങാനാകുമോ? നമസ്കാരം. നമസ്കാരം. നമ്മൾ പല കോടതി വിധികളും വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ബാബറി മസ്ജിദ് പൊളിച്ച കേസിന്റെ വിധി വന്നപ്പോ ആൾക്കാർ മൂക്കത്ത് വിരൽ വെച്ചു. കാരണം വിധിന്യായത്തിൽ പറഞ്ഞു അവിടെ അമ്പലം ഉണ്ടായിരുന്ന തെളിവുണ്ടെന്ന് കോടതി വ്യക്തമായിട്ട് പറഞ്ഞില്ല. എങ്കിലും അതിന്റെ തൽപര കക്ഷികൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ അന്ന് മൂക്കത്ത് വിരൽ വെച്ചത്. ഞാനൊക്കെ അങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച ആൾക്കാരുടെ കൂട്ടത്തിലുള്ളതാ. ഇപ്പൊ ഈ വന്ന വിധി കണ്ടപ്പോ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കുകയല്ല ചെയ്തത്, നമ്മൾ 2 കൈയും തലയിൽ വെക്കുക ചെയ്തത്. അമ്പമ്പോ ഇങ്ങനെയും വിധി വരുമോന്ന്. കാരണം ഈ വിചാരണ നടക്കാൻ ആ കേസ് തുടങ്ങിയ കാലം പോലെ നമ്മളിങ്ങനെ മാധ്യമങ്ങളിലൂടെ ഇത് എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, ഇത് ഏത് ബെഞ്ചിലാണോ ഏത് കോടതിയിലാണോ ഇരിക്കുന്നത് ആ കോടതി അപ്പോൾ തന്നെ ന്യായം നടത്തുന്നില്ല എന്ന് തോന്നിയ പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എന്തോ ഒരു മെമ്മറി കാർഡോ മറ്റോ പലരും പരിശോധിച്ചു. അതെ, അത് പരിശോധിച്ചു. അതിന്റെ ഹാഷ്ടാഗ് മാറി എന്ന് പറഞ്ഞു. നീതി നടപ്പാകുന്നില്ല എന്ന് അതിന്റെ അതിജീവിതയ്ക്ക് തോന്നിയപ്പോ അത് കോടതി മാറണമെന്ന് ജഡ്ജിയെ മാറണമെന്നും ഒക്കെ പറഞ്ഞ് പല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നോക്കി. അത് നടന്നില്ല. കാരണം അന്ന് തന്നെ തോന്നിയിരുന്നു ഇത് നല്ല വഴിക്കല്ല പോകുന്നതെന്ന്. അങ്ങനെ നല്ല വഴിക്ക് പോകാത്ത കാര്യത്തിന്റെ കൂടെ തന്നെ ദിലീപ് എന്ന് പറയുന്ന ഇതിനകത്തെ മുഖ്യ സംഘാടകൻ അത് ആ പുള്ളിയുടെ സ്വാധീനവും പൈസയും ഉപയോഗിച്ച് ഈ കേസ് ഇത്രയും നീട്ടിക്കൊണ്ടുപോയി. അതിന് പല രീതിയിൽ പിന്നെയും കേസ് കൊടുക്കുകയോ കോടതി പോകുകയോ അങ്ങനെയൊക്കെ രീതിയിൽ ഇതെങ്ങനെയൊക്കെ നീട്ടിക്കൊണ്ടു പോകാമോ അങ്ങനെയെല്ലാം ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ പൈസ ഉള്ള ആൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ വിലക്ക് വാങ്ങി എന്നുള്ള കാര്യം എഴുതി വെച്ചത്. അത് വെറുതെ അല്ലെന്ന് വിധി വന്നപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. പുള്ളി നടത്തിയ ശ്രമങ്ങളൊക്കെയും പുള്ളിക്ക് അനുകൂലമായിട്ട് വന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് ഈ പറയുന്ന പൾസർ സുനി എന്ന് പറയുന്നവൻ ഈ ഒരു ഗുണ്ടയായിട്ട് നടന്നയാള് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് വലിയ തലയ്ക്ക് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, വ്യക്തമാണ്. നമുക്കിന്ന് കൂടുതൽ ആളുകളുള്ളതുകൊണ്ട് ഏതായാലും അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് കൂടുതൽ വിശദമായി സംസാരിക്കാം. അടുത്ത ഈ കേസിൻ്റെ മറ്റൊരു കാര്യം, കോടതി ഇപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി സൂചിപ്പിച്ച പോലെ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറി
എന്ന ആരോപണം ഉയർന്നിരുന്നു. അത് കോടതിയുടെ കയ്യിലിരുന്ന മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ മറ്റാരോ കണ്ടു എന്നൊരു ആരോപണം അങ്ങനെ ഉയർന്നു. അങ്ങനെ 2023 ഓഗസ്റ്റിൽ ഹൈക്കോടതി ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതിജീവിതയുടെ ആരോപണം ശരിവെക്കുന്ന റിപ്പോർട്ട് അന്വേഷണത്തിന് ഒടുവിൽ സമർപ്പിച്ചു. 3 തവണ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയെന്നായിരുന്നു റിപ്പോർട്ട്. അതിൻ്റെ ഫലമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഇലക്ട്രോണിക് രേഖകളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയും ചെയ്ത ഒരു വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യം കൂടി അന്ന് ഉണ്ടായി. രാജേഷ് എന്നോടൊപ്പം ചേരുന്നത് പാരിപ്പള്ളിയിൽ നിന്നാണ്. രാജേഷ്. സാർ നമസ്കാരം. സാറേ, കോടതി വിധി നമ്മൾ മാനിക്കണം. പക്ഷെ കോടതി വിധി നമ്മൾ മാനിച്ചേ പറ്റുള്ളൂ. പക്ഷെ ദിലീപ് അതിന് ശേഷം പറഞ്ഞ ഒരു വാക്യമുണ്ട്, മഞ്ജു. ഈ മഞ്ജുവും കുറെ നടിമാരും കൂടെ ഇതിന് കൂടാതെ നടത്തിയില്ലെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു പരാതി ദിലീപ് ഇനി നിയമപരമായി ഉന്നയിക്കും എന്ന് കരുതാനാകുമോ? അങ്ങനെയല്ല. ഇതിപ്പോ ഈ മഞ്ജുവും കുറെ നടിമാരുണ്ടല്ലോ, ഈ ദിലീപിന്റെ കൂടെ കൊന്ന കുറെ നടിമാര്, ഇവരെല്ലാരും കൂടെ ചേർന്നാണ് ഇനി കൂടാതെ നടത്തിയെന്ന് നമുക്ക് തെളിയിക്കാം. എല്ലാം കോടതി തെളിയിക്കണ്ടേ? തെളിയിച്ചല്ലേ പറ്റുള്ളൂ. നമുക്കെല്ലാം നിഗമനത്തിലെത്താൻ പറ്റും. ഇപ്പൊ കോടതി ഒരു തീരുമാനത്തിലെത്തി അവര് കൂടാതെ നടന്നിട്ടില്ല എന്ന്. അപ്പൊ നമ്മൾ ഇപ്പൊ ദിലീപ് പറയുന്ന ഇവര് മഞ്ജു വാര്യരും കൂട്ടുകാരികളും ചേർന്നാണ് നടത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അത് തെളിയിപ്പിക്കണം. അതാണ് ഇനി വേണ്ടത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഡിസംബർ 25-നാണ് ഗുരുതരമായ ആരോപണങ്ങളുമായി ദിലീപിൻ്റെ മുൻ സുഹൃത്ത് സംവിധായകനുമായ ബാലചന്ദ്രകുമാർ രംഗത്തെത്തുന്നത്. അന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ദിലീപിൻ്റെ കൈവശം ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ബാലചന്ദ്രകുമാർ അങ്ങനെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ കേസിൻ്റെ അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ വധിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തി എന്ന് വരെയുള്ള ആരോപണങ്ങൾ അതിൻ്റെ ഭാഗമായി വന്നു. ശബ്ദരേഖകൾ ഒക്കെ പുറത്തു വന്നു. പല ശബ്ദരേഖകളും ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചു. അങ്ങനെ പുതിയൊരു അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താനും ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ആരോപിച്ച് FIR ഒക്കെ വരികയും ചെയ്തു. മുൻകൂർ ജാമ്യാപേക്ഷത്തിന് ദിലീപിന് പോകേണ്ട ഒരു സാഹചര്യവും ഒക്കെ അങ്ങനെ ഉണ്ടായി. അപ്പോൾ എന്നോടൊപ്പം ജോസഫ് ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ ജോസഫിനെ കണ്ടിട്ട് അതുപോലെ സംസാരിച്ചിട്ട് കുറേ ദിവസമായി. ശ്രീ ജോസഫ്, നൈസ് ടു ഹിയർ ഫ്രം യു. ബാംഗ്ലൂരിൽ നമ്മുടെ മലയാളികൾ അപ്പോൾ എന്താ പറയുന്നത്? ശ്രീ ജോസഫ്, അവിടെ ഈ വിഷയം എങ്ങനെയാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്? ഗുഡ് ഈവനിങ് മനു. ഐ ടു വാസ് മിസ്സിംഗ് യു. താങ്ക് യു സോ മച്ച്. എനിക്കിതിനകത്ത് ഒരു 2 പോയിന്റ് പറയാനുള്ളൂ. ഒന്ന്, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകളിൽ ജഡ്ജിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ രേഖപ്പെടുത്തിയാൽ ആ ജഡ്ജ് സ്വയമേ ആ കോർട്ടിൽ പിന്മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ജൂനിയർ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ പോലും ജഡ്ജിമാർ സ്വയം മാറും. വേറെ ഇവിടെ ഇവരെ മാറ്റണമെന്ന് ഒഫീഷ്യലായിട്ട് കംപ്ലൈന്റ് കൊടുത്തോ പോലും ഈ ജഡ്ജി മാറാൻ തയ്യാറായെന്നുള്ളത് ഇതിനകത്ത് ഒരു വലിയ വാല്യൂഡ് പോയിന്റ് ആണ്. ഞാൻ ജുഡീഷ്യറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അതോടൊപ്പം എന്റെ ഒരു പേഴ്സണൽ വിഷയം കൂടെ ഞാൻ പറയാണ്. ഒരു 3,05,00,000 രൂപയുടെ ഒരു സ്ഥലം വിറ്റിട്ട് കിട്ടി. ഞാൻ ഒരാൾക്ക് ഒരു 15 ദിവസത്തേക്ക് അത് കൊടുത്തു ത്രൂ ബാങ്ക് ട്രാൻസ്ഫർ. ഈ 12 കൊല്ലം കഴിഞ്ഞിട്ടും ആ പണം എനിക്ക് ഇനിയും കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ. അപ്പൊ 3 കോടി രൂപയുടെ പണം പോയി. 3 കോടി പോയി എന്നാണോ എന്താണ് പറഞ്ഞത്? അത് ആ 3 കോടി രൂപ ബാങ്ക് ട്രാൻസ്ഫർ വഴി ഒരാൾക്ക് കൊടുക്കുന്ന ഒരു 15 ദിവസത്തേക്ക് അയാൾ ഫ്രോഡായിരുന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നു. അയാൾ ഫ്രോഡ് ഡോക്യുമെന്റും ഒക്കെ തന്നു. പക്ഷെ അത് ബാങ്ക് കോടതി ചെന്നു. അതൊക്കെ ഒരു സ്ഥലമാണ്. കോടതി പോയി സ്റ്റേ മേടിച്ചു. ഞങ്ങള് ഈ 6 മാസം 1 വർഷമൊക്കെ ഡേറ്റ് വെച്ചാൽ ഈ അടുത്ത ഡേറ്റ് വരുന്നത്. അത് ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. 13 വർഷം അത് ജുഡീഷ്യറി തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകി വന്ന നീതിയല്ല എന്നത്. അതെ. അത് ഈ കേസിൽ എനിക്ക് പറയാനുള്ള ഇതാണ്, ഈ ജഡ്ജി സ്വയം പിന്മാറേണ്ടതായിരുന്നു. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ പിന്നെ നമ്പർ കിട്ടിയില്ലോ എന്ന് ജയകുമാർ ചോദിക്കുന്നുണ്ട്. വിഷ്ണു ആലപ്പി പറയുന്ന അതിജീവിക്ക് നീതി നിഷേധിച്ചു. മനു ദിലീപ് എന്ന് പറയുന്നു. തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടും, അല്ലാത്തവർ രക്ഷപ്പെടും എന്ന് എന്നോട് നൂർജഹാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പുകഴ്ത്തിയതല്ല, സത്യം ആണ് വിളിച്ചു പറഞ്ഞത് എന്ന് പറയുന്നു എന്നോട് ജയേഷ് എന്നെ പുകഴ്ത്തിയതാണ്. അപ്പം അത് പുകഴ്ത്തിയാലും സത്യം പറഞ്ഞാലും 2 കാര്യവും എനിക്ക് സന്തോഷമുള്ളത് തന്നെ. വർഗീസ് എന്നോടൊപ്പം ചേരുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. ശ്രീ വർഗീസ്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും അതിദുഃഖിതരായ ഈ വാർത്ത കേട്ടത് വളരെ നിരാശയായി പോയി. ഇങ്ങനെ കോടതി ഒരു വിധി പറയുമെന്ന് ചിലരൊക്കെ കരുതിയിരുന്നു. കാരണം കോടതിയെ സംശയിക്കാൻ പാടില്ലെങ്കിലും വേണ്ട, അടുത്ത ഒരു കോടതി ഉണ്ടല്ലോ. ഈ കോടതി അന്തിമമല്ലല്ലോ, ഇനിയും കോടതികളുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് വളരെ മോശമായ ഒരു വിധിയായി പോയി. അതിജീവിക്ക് ഇത് നീതി കിട്ടിയില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അടുത്ത നിരാശയാണ്. അതുകൊണ്ട് അടുത്ത കോടതിയിലെങ്കിലും പ്രതീക്ഷ വെക്കുന്നു.
ഓക്കെ, താങ്ക് യു സോ മച്ച്. രാധ എന്നോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീമതി രാധ കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂര് മാലൂർ എന്ന് പറഞ്ഞ സ്ഥലം. മാലൂർ? മാലൂര്. മാലൂരൊക്കെ എനിക്കറിയാം. അറിയോ? ആ, അറിയാ. ശരി. ഈ കേസ് ശ്രീമതി രാധ ഈ സിനിമയ്ക്ക് ധാരാളം കാണുന്ന ആളാണോ? ആ, സിനിമ അധികം കാണലുണ്ട്. ദിലീപിന്റെ പടമെല്ലാം കോമഡി എല്ലാം കാണലുണ്ട്. പക്ഷേ ഇഷ്ടമാണല്ലേ? ഓക്കെ. മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ദിലീപിന് ഇഷ്ടമാണ്. അങ്ങനെ എനിക്കൊരു ഓർമ്മ ഏതാണ്ട് ശബ്ദം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ദിലീപിനെ ഇഷ്ടമാണോ? നല്ല കോമഡി ആയപ്പോ. പക്ഷേ കേസ് വന്നതിന് ശേഷം പിന്നെ മഞ്ജുവായിട്ടുള്ള പ്രശ്നം വന്നിട്ട് ഒരു പടം പോലും കണ്ടിട്ടില്ല. അതെന്താ, അതോട് വെറുത്തുപോയോ? വെറുത്തുപോയി എന്ന് പറഞ്ഞാൽ അങ്ങേ തലക്ക് വെറുത്തുപോയി. ശരിക്കും വിധി എന്ന് പറയുമ്പോ എന്നാ പറഞ്ഞ ഭയങ്കര സങ്കടം തോന്നി പോയി. നമ്മളൊക്കെ 11 മണിയാവാൻ വേണ്ടിട്ട് കാത്തിരിക്കുമായിരുന്നു വിധി കേൾക്കാൻ വേണ്ടി. പക്ഷെ ഇങ്ങനെ ഒരു വിധി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പണം ഉണ്ടായാലും എന്ത് നേടാൻ പറ്റുമെന്നുള്ള. നമുക്ക് പക്ഷെ ഒരു നീതിന്യായ സംവിധാനത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിച്ചേ മതിയാകും. നമുക്കിതിന് മുകളിൽ കോടതികളുണ്ട്, അതിലേക്ക് പോകും. കൂടുതൽ പരിശോധനകൾക്ക് ഇത് വിധേയമാകും എന്നാണ് സാധാരണക്കാർക്ക് എങ്ങനെ പോകാൻ പറ്റൂ? ഇത്രമാത്രം തെളിവുകൾ പ്രോസിക്യൂഷന് കൊടുത്തിട്ടും അതൊന്നും തുറന്നു നോക്കാതെ ഒരു വിധി അങ്ങ് പ്രഖ്യാപിക്കല്ലേ ചെയ്ത്. ശരി, ഓക്കെ, വ്യക്തമാണ്. അനുമോൾ എന്നോടൊപ്പം ചേരുന്നത് കോട്ടയത്ത് നിന്നാണ്. അനുമോൾ കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം പെരുവാന്ന് പറയും. സാർ, ഞങ്ങൾ ഈ വാർത്തയുടെ ആദ്യ അവസാനം തൊട്ട് ഒരു പെണ്ണെന്നില്ല ഞാൻ ഈ വാർത്ത ശ്രദ്ധിക്കാറുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആ നടിക്ക് ഒരു നീതിയും ലഭിച്ചിട്ടില്ല. കാരണം ഇത് പണമുള്ള അതായത് സമൂഹത്തിൽ ഉന്നത നിലനിൽക്കുന്ന ഒരാൾക്ക് പണം ഉണ്ടെങ്കിൽ എന്ത് സ്വാധീനത്തിന് പുറത്ത് എന്തും നേടാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നും അപ്പൊ അത് തന്നെയാണ് ഈ കേസിൽ നിന്ന് നമുക്ക് സാധാരണ ഒരു വ്യക്തി ഒന്നുമില്ല എനിക്ക് മനസ്സിലായത്. മേൽക്കോടതിയിലേക്ക് പോയാൽ നീതി ഇനിയും കിട്ടാൻ സാധ്യത ഇല്ലെന്നാണോ അനുമോൾ കരുതുന്നത്? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞില്ല. പക്ഷെ ഈ കേസ് തുടങ്ങി വളരെ നിരാശയും സത്യം സങ്കടം തോന്നുന്നുണ്ട്. ഞങ്ങൾ രാവിലെ തൊട്ട് ഈ വാർത്ത കാണാൻ നോക്കിയിരിക്കുക. അപ്പൊ ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷ. ദൃശ്യം കൊണ്ട് സിനിമയില്ലേ മോഹൻലാലിന്റെ, അതുപോലെ ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷെ വളരെ സങ്കടമുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തിന് നമുക്ക് പറ്റിയ പോലെ തന്നെ ദുഃഖമുണ്ട്. എന്നും അതിജീവിക്കൊപ്പം അവർക്ക് നല്ലൊരു മനക്കെട്ടിയോട് കൂടി മുന്നോട്ട് ജീവിക്കാനും ഇനി മുന്നോട്ടുള്ള വഴികൾ നീതി കിട്ടുവാനും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഷാമിലി കൂടി എന്നോടൊപ്പം ചേരുകയാണ് എറണാകുളത്ത് നിന്ന്. എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് ശ്രീ ഷാമിലി? നോർത്തോ? വാഴക്കുളം. ഓക്കെ, വാഴക്കുളം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു ടീച്ചറാണ്, LP സ്കൂള്. ഓക്കെ, അത് ശരി. അപ്പൊ ഇന്ന് സ്കൂൾ അവധിയായിരുന്നോ? സ്കൂൾ അവധിയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് വോട്ടല്ലേ അതുകൊണ്ട്. യെസ്. അപ്പോൾ അവധി ആഘോഷം നമ്മുടെ പൊതുവേദിക്കൊപ്പമായതിൽ സന്തോഷം. പക്ഷേ ഇന്നത്തെ ഈ വിധി അപ്പോൾ എങ്ങനെയാണ് ശ്രീമതി ഷാമിലി കണ്ടത്? വിധി നമ്മള് പ്രതീക്ഷിച്ച പോലെ ആയില്ല. കാരണം ഒരു നീതി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. ഈ സമയത്ത് കൃത്യം പക്ഷെ എല്ലാവർക്കും വിഷമമായി. കുട്ടികൾ ഉൾപ്പെടെ അവർക്കൊക്കെ വിഷമമായി. കാരണം നമ്മൾ ഈ വാർത്തകളിൽ കാണുന്നത് ഉൾപ്പെടെ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടും അതിലൊന്നും 6 പ്രതികളെ ശിക്ഷിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ഇവരെ ചുമ്മാ കൊണ്ടുവന്ന അവിടെ കേസിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു രീതി, അതിലും മഞ്ജുവിനെ ഉൾപ്പെടുത്തി എന്നുള്ളത് പിന്നീട് ഒരു പ്രസ്താവനയോടുകൂടി പറയണേ കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അതും തന്ത്രമല്ലേ എന്ന് വിചാരിച്ചു പോയി. ഓക്കെ, അപ്പൊ ഇന്ന് അവധി ആഘോഷിക്കുകയാണ്. നാളെ തെരഞ്ഞെടുപ്പിനാണ്. അപ്പോൾ വോട്ടൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ? സ്കൂളും പോളിംഗ് ബൂത്താണോ? പോളിംഗ് ബൂത്താണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഏതായാലും നന്ദി. അപ്പോൾ പിന്നെ ടിറ്റോച്ചൻ പറയുന്നു ഒരുപാട് സന്തോഷം, കള്ളക്കേസ് കൊടുക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ് എന്ന് പറയുന്നു. ദിലീപിൻ്റെ പണവും സ്വാധീനവും കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ദിലീപ് സിനിമകൾ താൻ പിന്നെ ഈ കേസുണ്ടായതിനു ശേഷം കണ്ടില്ല എന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത്. 8 വർഷം ഇങ്ങനെ വന്നതല്ലേ എന്ന് എന്നോട് ഫോക്സ് ഗെയിമർ പറയുന്നു. ഓക്കെ, അരുൺ ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അരുൺ ഇടുക്കിയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറം പഞ്ചായത്ത് വെൺമറ്റം. വണ്ണപ്പുറത്തുനിന്നാണ്. ഓക്കെ, കർഷകനാണോ അരുൺ? അല്ല, കർഷകനല്ല, ഞാനൊരു ലോട്ടറി തൊഴിലാളിയാണ്.
ശരി. നമ്മുടെ പൊതുവേദിയിൽ ധാരാളം ലോട്ടറി തൊഴിലാളികൾ നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട് കേട്ടോ. കാരണം പലപ്പോഴും എന്നോട് പല ആളുകളും ഈ ലോട്ടറി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യണമെന്നൊക്കെ പലപ്പോഴും വിളിച്ച് പറയാറുണ്ട്. ഇപ്പം അവരുടെ കമ്മീഷൻ കുറഞ്ഞു, പ്രയാസങ്ങൾ കൂടി എന്നൊക്കെ. ഏതായാലും സാറേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 7 രൂപ 80 പൈസ ഇരുന്ന് ഇപ്പൊ കമ്മീഷൻ ഞങ്ങൾക്ക് 6 രൂപ 30 പൈസ വെച്ചേ കിട്ടുന്നുള്ളൂ. ഒരു കുടുംബം പുലർത്തിക്കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രശ്നത്തിലാണ്. യെസ്. അപ്പോൾ ഈ കേസ് അത് നമുക്കൊരു ദിവസം വിശദമായി ചർച്ച ചെയ്യണം. ഈ കേസ് നമ്മൾ എടുക്കുമ്പോൾ ഇന്നത്തെ ഈ വിധി ശ്രീ അരുൺ അവിടുത്തെ ഇടുക്കിയിലെ ആളുകൾ അല്ലെങ്കിൽ അരുണിൻ്റെ സമീപവാസികളൊക്കെ ഇപ്പോൾ സ്വാഭാവികമായി ഒരുപാട് പരിചയക്കാരെ കാണുമല്ലോ ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആളുകളൊക്കെ ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ? എന്താണ് അവർ പറയുന്നത്? ചെയ്യുന്നുണ്ടോ? ദിലീപേട്ടന്റെ സിനിമ എല്ലാം ഒന്നും പോകാതെ കാണുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഈ ദിലീപേട്ടന്റെ ഈ കേസ് വന്ന അന്ന് തൊട്ട് മഞ്ജു ചേച്ചി പറഞ്ഞത് ശരിയാണ്. ഇതിനകത്ത് ഈ കുറ്റം കൊടുത്ത് ഇത് ദിലീപിനെതിരെ പരാതിക്കാരിയാണ്, പരാതിക്കാരിയുടെ പരാതി കറക്റ്റാണ്. നീതിന്യായം 10 പൈസക്കില്ലാത്ത ഒരു ഇതാണ് പുറത്തേക്ക് വിട്ടത്. കാരണം ദിലീപേട്ടൻ കുറ്റവിമുക്തനാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട്. നാളെ കുറ്റവിമുക്തനല്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് ഒരു നീതിന്യായം എന്താണ് ഈ കാണിക്കുന്നത്? ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ നമുക്ക് സമയപരിമിതി കൊണ്ടാണ്. എന്നാൽ നമുക്ക് അരുൺ നമുക്കൊപ്പം ചേർന്നതിൽ സന്തോഷം. ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഞാൻ ചോദിച്ച ഒരു ചോദ്യം നീതി നടപ്പിലായോ എന്ന വലിയ ചോദ്യമാണ്. അപ്പോൾ അതിൽ വലിയൊരു വിഭാഗം ആളുകൾ നീതി നടപ്പിലായില്ല, ഏതാണ്ട് 60% ആളുകൾ നീതി നടപ്പിലായില്ല എന്നാണ് പറയുന്നത്. 40% നീതി നടപ്പിലായി എന്ന് വാദിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ കോടതി വിധി അന്തിമമല്ല. നിയമ നടപടികൾ തുടരുക തന്നെ ചെയ്യും. നീതിക്കും ആത്മാഭിമാനത്തിനും വേണ്ടി നടക്കുന്ന പോരാട്ടങ്ങൾ പരാജയപ്പെടേണ്ടതല്ല. തോൽക്കുന്ന ഓരോ നിയമയുദ്ധവും സ്വാതന്ത്ര്യത്തിൻ്റെയും മാന്യതയ്ക്കും ഒക്കെ വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിൻ്റെ തുടർക്കഥയാണ്. അത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി വേണ്ടിയാണ്. തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഓരോ മനുഷ്യൻ്റെയും സ്വാതന്ത്ര്യത്തിന് കൂടി വേണ്ടിയാണ്. ഓരോ ചെറിയ ചുവടുവയ്പ്പും ഒരു വലിയ മാറ്റത്തിൻ്റെ വിത്താണ് വിതയ്ക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.